ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഹാപ്പി വേളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. അപ്പോൾ നമ്മുടെ തൃക്കാരപ്പന് ഓണത്തപ്പന് നേദിക്കാനായിട്ട് അട ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാൻ ഉണക്കലരിയാണ് കേട്ടോ എടുത്തേക്കണത്. അരക്കപ്പാണ് എടുത്തേക്കണത്. അത് തലേദിവസം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. കഴുകി വെള്ളത്തിലിട്ട് വെച്ചു. പിറ്റേന്ന് ഞാൻ ഒന്നും കൂടെ കഴുകിയിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരമാണ്. അപ്പോൾ നാളികേരം ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഏലയ്ക്ക നന്നായിട്ട് പൊടിച്ചൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ശർക്കര നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കാൻ വയ്ക്കാം. അതൊന്ന് അലിഞ്ഞ് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ഈ മാവിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ അട പല സ്ഥലത്തും പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തൃക്കാരപ്പന് നേദിക്കാനായിട്ട് ചില സ്ഥലത്ത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ശർക്കര നാളികേരവും പിന്നെ ഈ പഴം നിർബന്ധമാണ്. നമ്മുടെ നേന്ത്രപ്പഴമാണ് ഇടുന്നത്. കനം കുറച്ചിട്ട് അതും കൂടെ അതിലിട്ട് വിളയിച്ചിട്ട് എടുക്കും കേട്ടോ. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫ്രഷ് മാവല്ലേ, പച്ച മാവാണ്, വറുക്കാത്ത മാവാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. മറ്റേ നമ്മൾ വറുത്ത പൊടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആവശ്യമാണ് കേട്ടോ. ഇപ്പം നമ്മൾ ശർക്കര ഉരുക്കി അരിച്ച് ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പാവ് കാച്ചി എടുക്കണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ശർക്കരപ്പാനി ആ വെള്ളമൊക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഈ സമയത്ത് ഈ നാളികേരത്തിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ പഴം ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോൺ വന്നിട്ട് അതങ്ങോട്ട് മിസ്സായി ഇടാനായിട്ട് അങ്ങോട്ട് മറന്നു കേട്ടോ. ഞാനവിടെ നുറുക്കി വെച്ചിരുന്നതാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പം ഈ സമയത്ത് തന്നെ ഇട്ടോളൂ കേട്ടോ. നാളികേരം ഇടുന്നതിനൊപ്പം തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി ഞാനൊരു 1/4 സ്പൂൺ നെയ്യും കൂടി ഇടുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ആ സമയത്താണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് പഴം ഇട്ടില്ലല്ലോ എന്ന് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ നുറുക്കിയ നമ്മുടെ നേന്ത്രപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മുടെ ആ നാളികേരക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഇട്ട് കൊടുക്കേണ്ടത് ആ നാളികേരത്തിനൊപ്പമാണ് കേട്ടോ. അപ്പോൾ ആ ശർക്കരയുടെ മധുരമൊക്കെ നന്നായിട്ട് ആ നേന്ത്രപ്പഴത്തിലും പിടിക്കും. ഞാനിപ്പോൾ മറന്ന കാരണം ഇപ്പം ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇലയൊക്കെ നമ്മൾ വാട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് പരത്തി നമുക്ക് അടയുണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ ഫ്രഷായിട്ട് നമ്മൾ അരി പൊടിച്ച് അപ്പം ഉണ്ടാക്കണ അടയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നേദിക്കാനായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യാറ്. നമ്മളിതുപോലെ അരി പൊടിച്ചിട്ട് അപ്പം തന്നെ ഫ്രഷായിട്ട് ഉണ്ടാക്കാറാണ് കേട്ടോ പതിവ്. അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ വറുത്ത അരിപ്പൊടി വെച്ചൊക്കെ ചെയ്യുന്നതിനേക്കാളിലും ഒക്കെ ടേസ്റ്റ് ഈ ഫ്രഷായിട്ട് നമ്മൾ അരി പൊടിച്ച് അപ്പം ചെയ്യുന്ന അടയ്ക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് നല്ല കനം കുറച്ച് നമ്മൾ ഇലയിൽ പരത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ നാളികേരക്കൂട്ടും അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ അടയൊന്ന് മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ മറ്റുള്ള അടകളെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ അടയും പഴം പുഴുങ്ങിയതുമാണ് നമ്മുടെ തൃക്കാരപ്പന് ഓണത്തപ്പന് നേദിക്കാറ് കേട്ടോ. ഓണത്തിൻ്റെ തിരുവോണ ദിവസം രാവിലെയാണ് നമ്മൾ നേദിക്കാറ്. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് ഇത് ഫ്രഷായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ഇത് നേദിക്കാറ് കേട്ടോ. അടയും പഴം പുഴുങ്ങിയതുമാണ് നേദിക്കാറ്. ഇപ്പം നമ്മൾ ആ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ മിനിമം ഒരു 10-15 മിനിറ്റൊക്കെ എന്തായാലും വേണ്ടി വരും അത് വേവാനായിട്ട്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടോ. അപ്പോൾ ഞാൻ തുറന്നു നോക്കി. അപ്പോൾ നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. അപ്പം നമ്മുടെ അട നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ നമ്മൾ ഭഗവാനെ നേദിച്ചു, അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ തുറന്ന് നോക്കണത്. അതിന് മുമ്പ് ഞാൻ തുറന്നൊന്നും നോക്കിയില്ല. കാരണം ഏകദേശം വെന്തോന്ന് അറിയാമല്ലോ. നമുക്ക് ഇത്ര മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും ഏകദേശം എന്തായാലും വേവുമെന്ന് അറിയാം. ഇപ്പം നമ്മൾ ഒരെണ്ണം തുറന്ന് നോക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പൂവടയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.